പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M3140 എന്ന പ്രിന്ററിൽ എങ്ങനെ സ്കാനർ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തതിന് ശേഷം ഗൂഗിളിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുക. അവിടെ സെർച്ചിൽ നമ്മൾ എപ്സൺ M3140 സ്കാനർ ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും epson.co.in ആണ് എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സൈറ്റ് ഓപ്പൺ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ USB കേബിൾ ആൾറെഡി കണക്റ്റഡ് ആയിരിക്കണം. അതേപോലെ തന്നെ പ്രിൻ്റർ ഡ്രൈവർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ട്രൈ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവത്തില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിൻഡോസിൻ്റെയും മാക്കിൻ്റെയും കുറേ വെർഷൻസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഗോ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡ് ആയതിനു ശേഷം താഴോട്ട് വരുമ്പോൾ ഡ്രൈവേഴ്സ് എന്നുള്ള കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് മസ്റ്റായിട്ട് പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ സ്കാനർ ഡ്രൈവറിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആയിട്ടുണ്ട്. ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഈ അക്സെപ്റ്റ് എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇതേപോലെ ഫിനിഷ് എന്നുള്ള വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്കാനിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. സ്കാനിങ് സോഫ്റ്റ്വെയർ എപ്സൺ സ്കാൻ 2 ഇതിൻ്റെ കൂടെ ആൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ എപ്സൺ സ്കാൻ 2 വഴിയാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ടിൽ പോയിട്ട് ഇവിടെ താഴെ ഉണ്ടാവും എപ്സൻ്റെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എപ്സൺ സ്കാൻ 2 എന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആ സ്കാനിങ് സോഫ്റ്റ്വെയർ ഓപ്പണായി വരുന്നതാണ്. ഇതേപോലെ എന്തെങ്കിലും എറർ മെസ്സേജുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ഇവിടെ നമ്മളിത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യെസ്, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും പ്രിവ്യൂ എന്ന് അല്ലെങ്കിൽ സ്കാനർ കൊടുക്കുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് പ്രിവ്യൂ ആണ് കൊടുത്തത്. അപ്പോൾ പ്രിവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. വേറെ എറേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിവിടെ പ്രിവ്യൂ തെളിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഇമേജ് ടൈപ്പിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ഓട്ടോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ടായിരിക്കും ഉണ്ടാവുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെ സ്കാൻ ചെയ്യാം, ഈ സ്കാനിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.